നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് രത്നശാസ്ത്ര സംബന്ധമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് പറയുന്നത്. നിരവധി പേർ എന്നോട് സംശയം ചോദിക്കാറുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത്. നിരവധി പേർ ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. സ്ത്രീകൾക്ക് ഗർഭകാലത്ത് രത്നങ്ങൾ ധരിക്കാമോ? അങ്ങനെ രത്നങ്ങൾ ധരിച്ചതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുമോ? വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ്. വിവാഹം നടക്കാനും സന്താന ഭാഗ്യത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് രത്നങ്ങൾ ധരിക്കാവുന്നതാണ്. രത്നത്തിന്റെ ശക്തി മൂലം ആ ഗ്രഹങ്ങളുടെ ബലം വർദ്ധിക്കുകയും അതിലൂടെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അത്തരത്തിൽ സന്താന ഭാഗ്യത്തിനായിട്ട് രത്നങ്ങൾ ധരിച്ചിട്ടുള്ളവർ അത് തുടർന്ന് ധരിക്കാമോ? മറ്റാവശ്യങ്ങൾക്കായിട്ടും ജനങ്ങൾ രത്നം ധരിക്കാറുണ്ട്. അതായത് ദേഹരക്ഷ, ജ്യോതിഷപ്രകാരമുള്ള ഭാഗ്യ ലഗ്നാധിപന്റെ രത്നങ്ങൾ, അതായത് ഭാഗ്യരത്നങ്ങൾ, ഇതൊക്കെ ധരിച്ചിരിക്കുന്നവർക്കും അത് ഗർഭകാലത്ത് തുടർന്ന് കൊണ്ടുപോകാവോ എന്നുള്ളത് വളരെയേറെ ആശങ്കയുള്ള ഒരു വിഷയമാണ്. സന്താന ഭാഗ്യം നേടിയെടുക്കാൻ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി രത്നങ്ങൾ ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ സ്ത്രീക്ക് തുടർന്നും ആ രത്നം തന്നെ ധരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക്, ദേഹരക്ഷയ്ക്കും ജാതകപ്രകാരമുള്ള ഭാഗ്യവർദ്ധനവിനുമൊക്കെ ആയിട്ട് രത്നങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും തുടർന്ന് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ധരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുവരെ രത്നം ധരിച്ചിട്ടില്ല എങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പുതുതായിട്ട് ആദ്യമായിട്ട് രത്നം ധരിക്കാമോ എന്നുള്ളതും സംശയം ഉളവാക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ 6 മാസം വരെ ഒരു സ്ത്രീക്ക് ഗർഭിണിയായിരിക്കെ രത്നം ധരിക്കാമെന്നാണ് ശാസ്ത്രം വിധിക്കുന്നത്. 6 മാസം അവസാനിക്കുന്നത് വരെ പുതിയതായി രത്നങ്ങൾ ധരിക്കാം. എന്നാൽ ജാതക പരിശോധന വളരെ ശ്രദ്ധയോടുകൂടി നടത്തി വേണം അത്തരത്തിൽ രത്നം ധരിക്കാനായിട്ട്. അങ്ങനെയുള്ള രത്നങ്ങൾ തുടർന്നും ഗർഭകാലത്ത് ധരിക്കാം. എന്നാൽ ചികിത്സയുടെ ആവശ്യത്തിനായി രത്നങ്ങൾ ചിലപ്പോഴൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യം വരാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ആഭരണങ്ങളൊക്കെ അസൗകര്യം മൂലം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അത്തരത്തിൽ രത്നങ്ങൾ ധരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ചികിത്സയുടെ ആവശ്യത്തിനായി അത് മാറ്റിവെക്കുന്നതിനും തെറ്റില്ല. വീണ്ടും തുടർന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം അത് തുടർന്ന് ധരിക്കുന്നതിനും വിരോധമില്ല. അതും ശാസ്ത്രം വിധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇതുവരെ രത്നങ്ങൾ ധരിച്ചിട്ടില്ല എങ്കിൽ 7-ാം മാസം മുതൽ ഒരു കാരണവശാലും രത്നം ധരിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഗർഭസ്ഥ ശിശുവിനും ആ സ്ത്രീക്കും ദോഷകരമായി ഭവിച്ചേക്കാം. അതായത് പൊതുവിൽ 7-ാം മാസം മുതൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് രത്നധാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശുപാർശ ചെയ്യാറില്ല എന്നർത്ഥം. മാതാവിന്റെയും ഗർഭസ്ഥ ശിശുവിന്റെയും ക്ഷേമത്തിനായിട്ട്, അതായത് 6 മാസത്തിനകം രത്നം ധരിക്കാനായിട്ടാണ് നമ്മളുടെ ശാസ്ത്രവിധി. ഇത് ജാതക പരിശോധനയിലൂടെ ലഗ്നാധിപ ഭാഗ്യാധിപ യോഗത്തെ അടിസ്ഥാനമാക്കി വേണം രത്നധാരണം നടത്താനായിട്ട്. ലഗ്നാധിപ യോഗകാരക ലഗ്നാധിപ മിത്രഹ എന്ന പ്രമാണപ്രകാരം ഗ്രഹ അനുകൂല രീതിയിൽ എല്ലായ്പ്പോഴും രത്നം ധരിക്കുന്നതാണ് ശുഭപ്രദം. അതേപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കും ഈ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രത്നധാരണമാണ് ശുഭകരം. മുത്ത്, ചന്ദ്രകാന്തം, മഞ്ഞപ്പുഷ്യരാഗം, ചുവന്ന പഴം, വജ്രം, മാണിക്യം എന്നിവയും ജാതകത്തിന്റെ 5-ാം ഭാവാധിപന്റെ അടിസ്ഥാനത്തിൽ 5-ാം ഭാവാധിപനായി വരുന്ന ഗ്രഹത്തിന്റെ രത്നവും ഒക്കെ ധരിക്കാവുന്നതാണ്. കേടുപാടുകൾ ഇല്ലാത്ത രത്നം മാത്രമായിരിക്കണം ധരിക്കേണ്ടത്. അനുയോജ്യമായിട്ടുള്ള ഭാഗ്യരത്നങ്ങൾ ധരിച്ചുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും പൊതുവെയുള്ള ക്ഷേമത്തിനും ഉതകുന്ന രീതിയിൽ രത്നധാരണം ഉപയോഗപ്രദമാക്കുക. ഇപ്പോൾ പറഞ്ഞ നിബന്ധന പ്രകാരം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് രത്നധാരണം ധരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് രത്നം പതിപ്പിച്ച ആഭരണങ്ങളും ഇന്നൊരു ഭാഷനായി മാറിയിരിക്കുകയാണ്. വജ്രം പതിപ്പിച്ച മുക്കുത്തി, വജ്രം പതിപ്പിച്ചിട്ടുള്ള മറ്റു രീതിയിലുള്ള ആഭരണങ്ങൾ. വജ്രം ആർക്കൊക്കെ ധരിക്കാം? നവരത്ന മോതിരത്തിന്റെ ധാരണം, ഇവയെല്ലാം ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. വജ്രാഭരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പായി ഒരു വിദഗ്ധനായിട്ടുള്ള ജ്യോതിഷം അറിയാവുന്ന ജമോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രം ധരിക്കുക. അല്ലാത്ത പക്ഷം അത് പ്രതികൂല ഫലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് രത്നധാരണം വിധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായിട്ട് ഉത്തരമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. അത് ചോദ്യോത്തര വേളയിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേകമായി വീഡിയോ ആയിട്ടും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് അതിന്റെ മറുപടി എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.